അങ്ങനെ ഫൈനലി എമ്പുരാൻ കണ്ടു. കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. പക്ഷേ അങ്ങനെ വരാനായിട്ട് ഒരു കാരണം ഉണ്ടായിരുന്നു. അത് ലാലേട്ടൻ്റെ എമ്പുരാൻ കാണാൻ പോയി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ലൂസിഫർ എന്ന സിനിമ കണ്ട് രോമാഞ്ചം കൊണ്ട ആളുകൾ എമ്പുരാനായിട്ട് വെയിറ്റ് ചെയ്തു. നമ്മൾ ആ സിനിമ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ തിയേറ്റർ നിറച്ച ആളുകളുണ്ട് ലാലേട്ടനെ കാണാനും. അതിരാവിലെ തൊട്ട് സിനിമാ തിയേറ്ററുകളിലേക്ക് ഒഴുകുന്ന ആൾക്കാർ. അങ്ങനെ ഞാൻ കാണാൻ പോയത് ഉച്ചയ്ക്ക് 1 മണിക്കത്തെ ഒരു ഷോയാണ്. അത് ഞങ്ങൾ കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് അഞ്ചാനി സിനിമാസിലാണ്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്, ലൂസിഫർ എന്ന സിനിമ കണ്ട് രോമാഞ്ചം കൊണ്ടിരിക്കുന്ന നമ്മൾ ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ തുടക്കം മുതൽ സിനിമയിൽ ഒരു വിദേശ രാജ്യം, അവിടെ ഒരു എൻകൗണ്ടറിനായിട്ട് പോകുന്ന കുറച്ച് പട്ടാളക്കാർ, അവിടെ വെച്ച് അവർക്ക് ഒരു ബോംബ് ബ്ലാസ്റ്റിൽ കുറച്ച് അപകടം ഉണ്ടാകുന്നു. പിന്നെ പെട്ടെന്ന് മാറി നമ്മുടെ കേരളത്തിലേക്ക് വരുന്നു. ഇവിടുത്തെ കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ, പഴയ സിനിമയിലെ ജതിൻ രാംദാസ്, പിന്നെ അതുപോലെ തന്നെ അതായത് നമ്മുടെ ടൊവിനോ, അവരുടെയൊക്കെ കുറേ രാഷ്ട്രീയം അവരെങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ് സിനിമ പറഞ്ഞു വരുന്നത്. അങ്ങനെ സിനിമ ബിൽഡ് ചെയ്ത് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ IUF അതുപോലെ തന്നെ മറ്റ് 2 പാർട്ടികൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺഗ്രസ്, CPM അതുപോലെ തന്നെ BJP, ഈ 3 പാർട്ടികളെ മാറി മാറിയാണ് കാണിക്കുന്നത്. ശരിക്കും IUF എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ കേന്ദ്രം ഒരു പാർട്ടിയായിട്ട് കാണിക്കുന്നത്. പക്ഷേ സിനിമയിൽ 3 പാർട്ടികളിൽ മറ്റ് 2 പാർട്ടികൾ CPM-നെയും അതുപോലെ തന്നെ BJP-യും നല്ല രീതിയിൽ ട്രോളുന്നുണ്ട്. അത് നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി സിനിമയിലേക്ക് നമ്മൾ കൂടുതൽ വരുമ്പോൾ ലാലേട്ടൻ്റെ എൻട്രിയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. സിനിമ തുടങ്ങി ഏകദേശം 1 മണിക്കൂർ പറയുകയാണെങ്കിൽ 1 മണിക്കൂർ ആകുമ്പോഴത്തേക്കുമാണ് ലാലേട്ടൻ്റെ ഒരു എൻട്രി വരുന്നത്. ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമൊക്കെ വന്നതിന് ശേഷം എന്താ പറയുക, ഗോഡ്സ് ഓൺ കൺട്രി രക്ഷിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി തിരിച്ചു വരണം എന്നുള്ളൊരു സാഹചര്യം വന്ന്, അപ്പം സ്റ്റീഫൻ നെടുമ്പള്ളി തപ്പി ചെല്ലുമ്പോഴാണ് അങ്ങേ ലോകത്ത് മറ്റൊരു സ്ഥലത്ത് അബ്രാം ഖുറേഷിയായിട്ട് ലാലേട്ടൻ്റെ ഒരു എന്നാ പറയുന്നത് ഒരു അവതാരം വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗൂസ് ബംസ് ഒക്കെ വരുന്ന ടൈപ്പ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിലക്കിടലിനൊരു ഇൻട്രോ ഒക്കെയാണ്. ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി നല്ല സ്റ്റൈലായിട്ട് 3-4 ആൾക്കാരുടെ നടുവിലൂടെ ഇങ്ങനെ വരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ സാഗർലിയസ് ജാക്കിക്കകത്ത് അദ്ദേഹത്തെ കാണിക്കുന്നതിൻ്റെ ഒരു വേറൊരു വേർഷൻ പോലെയൊക്കെയാണ്. പക്ഷേ നല്ല സ്റ്റൈലായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ സിനിമ അങ്ങനെ പോകുമ്പോൾ സിനിമ ലൂസിഫറിൻ്റെ ഒരു പമ്പ് നമുക്ക് കിട്ടത്തില്ല. സിനിമ അങ്ങ് പോകുന്നുണ്ട്. സ്റ്റീഫൻ നെടുമ്പള്ളിയേക്കാളും കൂടുതൽ അബ്രാം ഖുറേഷി ആരാണ്, പുള്ളിയുടെ എന്തൊക്കെയാണ് പരിപാടികൾ എന്നുള്ളതിനെ കുറിച്ചാണ് കാണിച്ച് പോകുന്നത്. ഒരു ഇൻ്റർവെല്ലിനോടടുത്തല്ല, ഇൻ്റർവെല്ലിന് ശേഷം ഒരു സംഭവം ഉണ്ടാകുകയും പിന്നീട് എന്താ പറയുക, അത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. പോയി തിയേറ്ററിൽ തന്നെ ആളുകൾ കാണണം. കാരണം അങ്ങനെ കുറച്ച് സീൻസൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ സിനിമയിൽ നമുക്ക് ലൂസിഫറിൻ്റെ ഒരു പേസ് നമുക്ക് കിട്ടത്തില്ല. സിനിമ ഇങ്ങനെ ഒരു പതിഞ്ഞ താളത്തിൽ പോകുന്ന പോലെ ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. സിനിമ ഇറങ്ങി വരുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ എന്നാ പറയുന്നത് ഒരു രോമാഞ്ചിഫിക്കേഷൻ കിട്ടിയ ഫീലൊന്നും നമുക്കില്ല. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു, കണ്ടു, എങ്ങനെയുണ്ട്, കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലാണ് സിനിമ പോകുന്നത്. ഇതിൻ്റെ 3-ാം ഭാഗം വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ നമ്മളിങ്ങനെ ഒരു ഹൈപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ തിരിഞ്ഞിരിക്കുന്ന ഫോട്ടോയും അതാരാണ്, അമീർ ഖാനാണോ അതോ മറ്റ് ഏതെങ്കിലും നടന്മാരാണോ എന്നുള്ള പല എന്താ പറയുന്നത് അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നെങ്കിലും സിനിമ തീരാറാകുമ്പോഴത്തേക്കാണ് അതിനൊരു സസ്പെൻസ് പൊളിയുന്നത്. പക്ഷേ സസ്പെൻസ് പൊളിയുമ്പോൾ അത് 3-ാം ഭാഗത്തിലേക്ക് അത് എടുത്തു വെച്ചേക്കാണ്. അപ്പോൾ എന്തായാലും ഈ സിനിമയുടെ ഒരു എന്താ പറയുന്നത് പീക്ക് ലെവൽ എത്രമാത്രം അതൊരു ഹിറ്റാകുന്നു എന്നനുസരിച്ചായിരിക്കണം ചിലപ്പോൾ 3-ാം ഭാഗം വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ 3-ാം ഭാഗം ഉണ്ടാകും. എന്തായാലും ലൂസിഫർ എന്ന സിനിമയുടെ ഒരു പഞ്ച് നമുക്ക് ഈ സിനിമയിൽ അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടത്തില്ല. എന്നാൽ സിനിമ മോശമാണെന്നല്ല പറയുന്നത്, സിനിമ കുഴപ്പമില്ല. ലൂസിഫറിൻ്റെ ഒരു റേഞ്ച് നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു റേഞ്ചിലേക്ക് എന്താ പറയുക, നമ്മൾ പഴയ സിനിമയിൽ നമുക്കറിയാം, അതായത് ലൂസിഫറിൽ നമുക്കറിയാം ലാലേട്ടൻ്റെ കുറേ രോമാഞ്ചിഫിക്കേഷനായിട്ടുള്ള കുറേ സീൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നില്ല. പല ക്യാരക്ടേഴ്സും എന്താണ്, നമ്മുടെ ഗോവർദ്ധൻ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ഇന്ദ്രജിത്തൊക്കെ വന്നിട്ടുണ്ട്. ഇന്ദ്രജിത്തൊക്കെ ഇങ്ങനെ ഉണ്ട്, ഒരു സ്പൈ ആയിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക അത് തന്നെയാണ് നമ്മൾ പഴയ പടത്തിൽ കണ്ട പോലെ തന്നെ. പക്ഷെ പുള്ളിക്കൊന്നും അത്ര വലിയൊരു മെച്ചപ്പെട്ട റോളായിട്ട് തോന്നിയില്ല സിനിമ കണ്ടിട്ട്. പിന്നെ ഇത് എന്തായാലും ഇനീഷ്യൽ കളക്ഷൻ ഉണ്ടാവും, പിന്നെ ബാക്കി വരും ദിവസങ്ങളിലെ കാഴ്ചകൾ ആൾക്കാർ അഭിപ്രായം പറഞ്ഞു പോകുന്നതനുസരിച്ചിരിക്കും. അങ്ങനെയാണ്.
എന്നാലും സിനിമ കണ്ടു, കുഴപ്പമില്ല. മൂന്നാം ഭാഗത്തിനായിട്ട് വെയിറ്റിംഗ് ആണ്. മൂന്നാം ഭാഗം വരട്ടെ എന്ന് വിചാരിക്കുന്നു, വരുമെന്ന് വിചാരിക്കുന്നു.